കോഴിക്കോട്ടേക്ക് പോയാൽ കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതിൽ കോൺഗ്രസിൽ പ്രതിഷേധം. കോൺഗ്രസ് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു. 21 മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളാണ് രാജിവെച്ചത്. അച്ചടക്ക നടപടിക്ക് വിധേയമായവരെ തിരിച്ചെടുത്ത് മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതാണ് കൂട്ടരാജിക്ക് കാരണം. സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, ഈ തെരഞ്ഞെടുപ്പിനിടയിലാണല്ലോ ഈ തർക്കങ്ങളും പ്രതിഷേധവും രാജിയുമൊക്കെ. വിനീത, മണ്ഡലം നിലനിർത്താൻ വേണ്ടി PK ഫിറോസിനെ കളത്തിലിറക്കി പ്രചാരണം നടത്തുന്നതിനിടയിലാണ് കോൺഗ്രസിനുള്ളിൽ കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നത്. കൊടുവള്ളി നോർത്ത് സൗത്ത് മണ്ഡലങ്ങളുടെ ഭാരവാഹികളും കൊടുവള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും ഭാരവാഹികളും അങ്ങനെ 21 അംഗങ്ങളാണ് രാജിക്കത്ത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന് നൽകിയിരിക്കുന്നത്. അതായത് ഇതിനു മുൻപ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒപ്പം തന്നെ അച്ചടക്ക നടപടി സ്വീകരിക്കപ്പെട്ടവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തിരിച്ചെടുത്ത് കൊടുവള്ളി സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ വേണ്ടപ്പെട്ട ചുമതല നൽകി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജി നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വൈറലായതാണ് സൗത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായിരുന്ന CK സലീം PT റഹീം MLA പ്രകീർത്തിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം അന്ന് കുറച്ച് വർഷം മുൻപ് വൈറലായതാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തെ ഉൾപ്പെടെയാണ് ഇത്തവണ തിരിച്ചെടുത്തിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജി. ഇതിൽ ഒരു ഉചിതമായ തീരുമാനമെടുത്തില്ലെങ്കിൽ 49 ബൂത്ത് കമ്മിറ്റികളാണ് ഈ കൊടുവള്ളി നഗരസഭാ പരിധിയിലുള്ളത്. അതിൽ 39 ബൂത്ത് പ്രസിഡന്റുമാരും രാജിവെക്കുമെന്നുള്ളൊരു ഭീഷണി കൂടി ഉയർത്തിയിട്ടുണ്ട്. വിനീത, ശരി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.